ശാലിനിയുടെ ബിസിനസ്സിലെ വിജയം ആഘോഷിക്കാനായിട്ട് ഗിരിയെയും കൂട്ടി ചാച്ചുവും ഗിരിയും ശാലിനിയും കൂടി അങ്ങനെ പുറത്തു പോയി അവർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഗിരിക്ക് ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ പോലും ശാലിനി പലതരത്തിലും കുറച്ച് സ്വാതന്ത്ര്യം കാണിച്ച് കൂടുതൽ അടുത്ത് ഇടപെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗിരി അതിനൊന്നും സമ്മതിക്കുന്നില്ല. അവസാനം ഇടയ്ക്ക് ശാലിനി ഗിരിയെ വെച്ചിട്ട് ഫോട്ടോയൊക്കെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഗിരിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഗിരി ഒരു ഫ്രണ്ട് എന്ന നിലയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. കാണിക്കുന്നത് ശാലിനി അത് തൻ്റെ ഫേസ്ബുക്കിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോ. അപ്പോൾ അത് നമ്മുടെ സ്വപ്നയും ആൻറ്റിയും അതുപോലെ ഗിരിയുടെ അമ്മയും എല്ലാം കാണുകയാണ്. അതായത് സ്വപ്ന എന്നിട്ട് കാണിക്കുകയാണ്, അമ്മ ഇത് നോക്കിക്ക് എന്തൊരു ഭംഗിയായിരിക്കുന്നില്ല ഈ ഫോട്ടോ കാണാനായിട്ട്, നല്ല ജോഡി തന്നെയാണ് ഇവർ, എന്തൊരു ഭംഗിയാണ് കാണാൻ, എന്തൊരു ക്യൂട്ടാണ്, നല്ല പൊരുത്തമുണ്ട്, നല്ല മെയ്ഡ് ഫോർ ഈച്ചറാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അവരിപ്പോഴും ശാലിനി അന്ന് പറഞ്ഞില്ലേ ഗിരി ഇപ്പോഴും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്ന് ഫോട്ടോ എടുത്തതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇതങ്ങനെയൊന്നുമല്ല, ഇത് കണ്ടാൽ അറിയില്ലേ ശാലിനിക്ക് ഇപ്പോഴും ഗിരിയേട്ടന് ഇഷ്ടമാണെന്ന് ഇത് കണ്ടാലേ അറിയാം, ആ ഒരു ഇഷ്ടം അവരുടെ ആ ഫോട്ടോയിൽ നിന്ന് തന്നെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗിരി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരികയാണ് വണ്ടി ഓടിച്ച്. പെട്ടെന്ന് തന്നെ ഗിരി വന്നു കഴിയുമ്പോഴേക്കും ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവുകയാണ്, ചേട്ടാ ഇത് കണ്ടോ, ഈ ഫോട്ടോ ഞങ്ങൾ കണ്ട് എന്ത് രസമായിരിക്കുന്നു, ഞങ്ങളതിനെക്കുറിച്ച് പറയുകയായിരുന്നു, ശരിക്കും ശാലിനിയും ഗിരിയേട്ടനും കൂടി ആയിരുന്നു വിവാഹം കഴിക്കേണ്ടിയിരുന്നത്, അത്രയ്ക്ക് നല്ല പൊരുത്തമുണ്ട്, എന്തൊരു ഭംഗിയാണ്, മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് അങ്ങനെയൊക്കെ ഓരോരുത്തർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല ഫോട്ടോയാണ്, ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് മഞ്ജു കേൾക്കുന്നുണ്ട്. മഞ്ജുവിന് ചെറിയൊരു വിഷമം മുഖത്തുണ്ട്, അത് ഗിരി ശ്രദ്ധിക്കുന്നുമുണ്ട്. അപ്പോൾ അമ്മയും പറയുകയാണ് അതേ മോനെ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ മഞ്ജുവിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ പറയുകയാണ് വളരെ തന്നെ നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ശരിക്കും ഇങ്ങനെയൊക്കെ നടക്കേണ്ടിയിരുന്നതാണല്ലോ, പിന്നെ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞ് അവരൊന്ന് പറയുമ്പോൾ അതൊന്നും നമ്മുടെ ഗിരിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഗിരി ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മഞ്ജു ഇരുന്ന് വിഷമിച്ചിരിക്കുന്നതും കാണുകയാണ്. അതായത് മഞ്ജു ജസ്റ്റ് ആ ഫോട്ടോ ഇവരെല്ലാം പറഞ്ഞ ഫോട്ടോ മഞ്ജുവും കാണുകയാണ്. അപ്പോൾ എന്താ ഒരു വിഷമം, എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗിരി ചെല്ലുമ്പോൾ എന്ത് വിഷമം, എനിക്കൊരു വിഷമം പരിഭവം ഒന്നും ഇല്ല എന്ന് പറയുകയാണ്. എത്ര വിശ്വാസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സൂചി കുത്താനുള്ള ഗ്യാപ്പ് കിട്ടിയാൽ മതി പെണ്ണുങ്ങൾക്ക്, അതോടുകൂടി ആകെ വിഷമമാകും എന്നൊക്കെ ഗിരി പറയുകയാണ്. അപ്പോൾ എനിക്കൊരു വിഷമവുമില്ല എന്ന് വീണ്ടും പറയുകയാണ്. എന്നാൽ എന്ത് തന്നെ ആയിക്കോട്ടെ, വിഷമമില്ലെങ്കിലും ഒരു കാര്യം ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. അപ്പോൾ മഞ്ജു എന്തേ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ കെട്ടിപ്പിടിച്ചിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിന്നിട്ട് വളരെ ചിരിച്ച് സന്തോഷിച്ച് ഒരു ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്നും പറഞ്ഞതിപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അതൊക്കെ അമ്മ കാണും എന്ന് പറയുകയാണ്. അമ്മ കണ്ടാലും പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ മഞ്ജുവിൻ്റെ ആ വർത്തമാനത്തിനൊന്നും ഒരു ഇതും കൊടുക്കാതെ തന്നെ ഗിരി പെട്ടെന്ന് തന്നെ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണ്. കാണിക്കുന്ന സ്വപ്നം കൊണ്ടുപോയിട്ട് ആ ഫോട്ടോ അമ്മയെ കാണിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഇത് നോക്കിക്കേ എന്ന് പറയുന്നു. അപ്പം അമ്മ അത് കണ്ട് ഞെട്ടുകയാണ്. അപ്പോൾ ആൻറ്റിയും വരുന്നുണ്ട്, ഇത് നമ്മളോട് പകരം ചോദിച്ചത് തന്നെയാണ്, ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, എന്ത് പണിയാണ് ഈ കാണിച്ചത്, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടു കഴിയുമ്പോൾ ആ നേരത്തെ പറഞ്ഞ കമൻറ്റൊക്കെ ഇതാവും, അതും ഇത്ര ചേർന്നിരുന്ന് ക്ലോസ് ആയിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഫോട്ടോ ഇടേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് അവർ. അപ്പോൾ തന്നെ നമ്മുടെ ശാലിനിയും ഇത് കാണുന്നുണ്ട്. ശാലിനി അത് ചാച്ചുവിനെ കൊണ്ടേ കാണിക്കുന്നു. ചാച്ചുവും ഇത് കണ്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ശാലിനിക്ക് അത് ഒട്ടും പിടിക്കുന്നില്ല. അപ്പോൾ തന്നെ സഞ്ജയും വരുന്നുണ്ട്. സഞ്ജയ് പറയാം, അടിപൊളി, ഇതൊക്കെയാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ, നല്ല അടിപൊളി ജോഡി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ്, ആരും കണ്ണ് വയ്ക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശാലിനിക്ക് ദേഷ്യം വരികയാണ്. എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പോവുകയാണ്. നീ കണ്ണ് വെക്കാതിരിക്കുക ശാലിനി എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ സംസാരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അമ്മ ചെന്നിട്ട് ഗിരിയുടെ അമ്മ മഞ്ജുവിനോട് ദേഷ്യപ്പെട്ട്, നിൻ്റെ പണിയാണല്ലോ ഇതൊക്കെ, എൻ്റെ മോനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് നീയാണല്ലോ എന്ന് പറയുമ്പോൾ അമ്മയുടെ മോനെക്കുറിച്ച് ഞാനൊന്നും ചെയ്യിപ്പിച്ചിട്ടുമില്ല, ഞാൻ പറഞ്ഞത് കേട്ട് അങ്ങനെ നട്ടിട്ടില്ലാത്ത ഒരു ആളൊന്നുമല്ല, അമ്മ നല്ല നട്ടലിലുള്ള ഒരു മകനായിട്ട് തന്നെയല്ലേ വളർത്തിയത്, അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആൻറ്റി തർക്കിക്കാൻ വരുമ്പോൾ അപ്പോൾ ആൻറ്റി എന്താ പറയുന്നത്, നട്ടലില്ലാത്ത ഒരു തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ഒരാളായിട്ടാണോ അമ്മ വളർത്തിയെന്നാണോ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ആൻറ്റിയും ഇവിടെയും നാക്ക് പെട്ടെന്ന് നിന്ന് പോവുകയാണ്, അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഗിരിയുടെ അടുത്ത് ചെന്നും ഇത് തന്നെ പറയുന്നു. അപ്പോൾ ഗിരി പറയുകയാണ്, പോലീസുകാരിയാണ് ഞാൻ കെട്ടിയെന്ന് വിചാരിച്ച് അന്നത്തെ ആ പ്രശ്നവും പറഞ്ഞിട്ട് അച്ഛൻ്റെ ആത്മാവ് ഒരിക്കലും ഞങ്ങൾ തമ്മിൽ പിരിക്കാനോ ഞങ്ങൾ വഴക്കിട്ടിരിക്കാനോ ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മയും ആദ്യം അത്ഭുതപ്പെട്ടു പോവുകയാണ്.